ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. റിലേറ്റ് ചെയ്യുന്നത് പോയിട്ട് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളോട് ഒരാളൊരു കാര്യം പറയും, അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരേ കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. പല രീതിയിൽ പറയുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ പലതാവുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയണു, അത് നമുക്ക് നല്ല ഹേർട്ടാവണം. അപ്പോൾ നമ്മൾ വേറെ ഒരാൾ പോയി അത് കംപ്ലൈൻറ്റ് പോലെ നമ്മുടെ വിഷമം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞ ആളോട് പോയി ചോദിക്കും, ഇയാളോട് ഇങ്ങനെ പറഞ്ഞോ, എന്തിനാ ഇയാളോട് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ വാപ്പാനോട് കൂടി ചോദിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. സംഭവം നേരിട്ട് നമ്മളോട് പറഞ്ഞിരിക്കണതാവൂല, അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ കേട്ടത് എന്താണ്, നമ്മൾ അനുഭവിച്ചത് എന്താണ്, നമ്മളോട് പറഞ്ഞത് എന്താണ്, അയാൾ മറ്റേ ആളോട് പറഞ്ഞത് എന്താണ്. ഒരേ കാര്യം നമുക്ക് ഒന്നിലധികം രീതിയിൽ പറയാൻ പറ്റും. അത് ഓരോ തവണയും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് വേറെ വേറെ ഫീലിങ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓരോ സംസാരത്തിലും. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നീ ഇയാളോട് ഇങ്ങനെ പെരുമാറിയോ, ഇങ്ങനെ സംസാരിച്ചോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്, ഏത് ടോണിലാണ് നീ അയാളോട് സംസാരിച്ചത് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇത്തരം സന്ദർഭങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ആ ഒരു ചോദ്യം കൂടി നിങ്ങളുടെ ഇതിൽ പെടുത്തണം എന്നുള്ളത്. എന്ത് പറഞ്ഞു എന്നതിനോടൊപ്പം അത് ഏത് ടോണിൽ പറഞ്ഞു എന്നതുകൂടി ചോദിക്കേണ്ടതുണ്ട്.